അപ്പം ഞങ്ങൾ റൂമിൽ എയർപോർട്ടിലെത്തി ബാഗേജൊക്കെ കളക്ട് ചെയ്ത് അപ്പം ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഒരാളെത്തും. അപ്പം ഞങ്ങൾ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് റൂമിലുള്ള കാഴ്ചകൾ കാണുന്നതെന്നുള്ളത് നിങ്ങളെയും കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഇത് സ്കാല എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ലാംഗ്വേജിന് സ്റ്റെപ്പ് എന്നേ ഉള്ളൂ മീനിങ്. ഇത് റോമ സാമ്രാജ്യത്തിലേക്ക് ഇസ്രായേലിൽ, അതായത് യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ മുമ്പിലേക്ക് വിധിക്കാൻ വേണ്ടി പടയാളികളെ സ്റ്റെപ്പിൽ കൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ആ സ്റ്റെപ്പ് അവിടെ നിന്നും ഈ റോമ സാമ്രാജ്യത്തിലെ അധികാരികൾ ഇവിടെ കൊണ്ട് വിൽറ്റ് ചെയ്ത് ആ സ്റ്റെപ്പാണ് ഇപ്പം കാണാൻ പോകുന്നത്. അതേ കൂടെ മുട്ടുകുത്തി മാത്രമേ നമ്മൾ വിസിറ്റേഴ്സിന് അതിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മുട്ടുകുത്തി പോകാൻ പറ്റാത്തവർക്ക് സ്റ്റെപ്പ് വേറെ വഴിയുണ്ട് നടന്നു പോകാൻ വേണ്ടി. അപ്പം നമുക്ക് അകത്ത് കയറി കാണാം. അത് സെന്റ് ജവാനി അല്ലെങ്കിൽ സെന്റ് ജോൺസ് ചർച്ച്, അതാണ് റോമിലെ മെയിൻ ചർച്ചാണ്. വേൾഡിലെ തന്നെ ഹെഡ് ചർച്ച് എന്നറിയപ്പെടുന്നതാണ് സെന്റ് ജവാനി അല്ലെ സെന്റ് ജോൺ ചർച്ച്. അതിൻ്റെ ഉൾവശമാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇതിനകത്ത് ഒരുപാട് അപ്പസ്തോലന്മാരുടെയും ഒക്കെ സ്കൾപ്ചേഴ്സ് മാർബിളിൽ കുത്തി വെച്ചേക്കുന്ന കണ്ടാൽ ജീവനുള്ള സ്കൾപ്ചറാണെന്ന് തോന്നുവേ. അതുപോലെ നല്ല മനോഹരമാണ്. ഭയങ്കര കൊത്തുപണികളിൽ അലങ്കൃതമായിരിക്കുവാണ് ആ പള്ളിയുടെ ഉൾവശത്ത് മൊത്തം. ഒരുപാട് രൂപങ്ങൾ നമുക്ക് കാണാം. എത്ര മനോഹരമായിട്ടാണ് മാർബിളിൽ പണി തീർത്തിരിക്കുന്നത്. മൈനർ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റൂമിലെ ഈ വീഡിയോയിൽ കൂടി കാണുന്ന എല്ലാ ബസിലിക്കകൾ, അതായത് ചർച്ച് എന്ന മീനിങ്ങേ ഉള്ളൂ ബസിലിക്ക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവിടുത്തെ മാർബിളിൽ കൊത്തുപണികളിൽ തീർക്കപ്പെട്ട ഓരോ കൽത്തൂണുകൾ പോലും എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റൂമിൽ സന്ദർശിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു അവസരം പാഴാക്കരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അത്രയ്ക്ക് മനോഹരം നിറഞ്ഞതാണ് അവിടുത്തെ ഓരോ പള്ളികളും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സെൻറ്റ് മരിയ ബസിലിക്കായുടെ ഫ്രണ്ടിലാണ്. റൂമിൽ ഈ ബസിലിക്കായിലാണ് നമ്മൾ പോപ്പ് ഫ്രാൻസിസിനെ ഫ്യൂണറലൊക്കെ നടത്തി അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി ഇപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ്.
ഇപ്പം നമ്മൾ റോമിലുള്ള മറ്റൊരു ചർച്ചിലാണ് വന്ന് നിൽക്കുന്നത്. ആ ചർച്ചിൻ്റെ പേര് സാന്താക്രോസ് ഇൻ ജെറുസലേം. ഈ ചർച്ചിൽ ഈശോയെ ക്രൂശിൽ തറച്ചപ്പോൾ ഉള്ള ആ തടിയുടെ ഒരു പീസ്, അതുപോലെ തന്നെ മുൾക്കിരീടത്തിൽ നിന്നും അടർന്നു വീണ കുറച്ച് മുള്ളുകൾ, നെയ്ല്, അതുപോലെ ഈശോയുടെ ബ്ലഡ് പുരണ്ട ഒരു ക്ലോത്തിൻ്റെ പീസ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴേ. അപ്പം നമുക്ക് ഈ ചർച്ചിനുള്ളിലേക്ക് പോകാം. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. സെൻറ്റ് ജോൺസ് ബസിലിക്കയിലെ ഹോളി ഡോറാണിത്. ഹോളി ഡോറിൽ കൂടാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഹോളി ജൂബിലിയോടനുബന്ധിച്ച് വെച്ചതാണ്. നമ്മളെല്ലാവരും വൈറ്റ് ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ്. സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ മാർപ്പാപ്പ മാർപ്പാപ്പയെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാവരെയും കാണാൻ വേണ്ടി അവിടെ മാർപ്പാപ്പ എത്തുന്ന ആ ചർച്ചാണത്. നമ്മളപ്പം ഞങ്ങളുടെ 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം ഇനിയും മാർപ്പാപ്പ അവിടെ എത്തുന്നത് ഒക്കെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വലിയ ഒരു ഹോളിനുള്ളിലാണ് ഒരുപാട് ജനങ്ങൾ മാർപ്പാപ്പയെ ഒന്ന് ദർശിക്കാൻ വേണ്ടി ഈ ഹോളിനുള്ളിലുണ്ട്. മാർപ്പാപ്പ സ്റ്റേജിലിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വലിയ ഒരു സ്റ്റാച്ചു, അത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ അത് പത്രോസ്ലീഹായുടെ രൂപമാണ് കൊത്തിവെച്ചേക്കുന്നത് മാർബിളിൽ. ഇനിയും ചർച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം.
റോമിലെ കൊളോസിയത്തിന്റെ ഫ്രണ്ടിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. കൊളോസിയം എന്നാൽ റോമ ചക്രവർത്തികളുടെ ഭരണകാലത്തെ എന്റർടൈൻമെന്റിന് വേണ്ടി സ്ലേവുകളുടെ കൂടെ ആനിമൽസിനെയൊക്കെ വെച്ച് അവർ ഫൈറ്റിംഗ് നടത്തിയിരുന്ന സ്ഥലമാണിത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ടിക്കറ്റ് ക്ലോസ് ആയി. എങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 1-2 ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അത് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്. കൊത്തുപണികളും കല്ലിലും മാർബിളും തീർത്ത രൂപങ്ങൾക്കും അതിനെ എത്രമാത്രം ഒറിജിനാലിറ്റി തോന്നിക്കുന്ന വിധത്തിലാണ് അവരത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയാണ്. ഇത് പൗലോസ്ലീഹായുടെ പള്ളിയാണ്. 25 വർഷത്തിന് മുമ്പിലാണ് കോളിഡോർ തുറക്കുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ കോളിഡോർ ഓപ്പൺ ആക്കിയിട്ടേക്കുമാണ്. ആ കോളിഡോറിൽ കൂടാണ് നമ്മളിപ്പോൾ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ പള്ളിക്കകത്ത് വീഡിയോ ഫോട്ടോ എടുക്കുന്നൊന്നും പ്രോഹിബിറ്റഡായിട്ട് എഴുതി വെച്ചിട്ടില്ല. അപ്പം ചിലർക്ക് ഇതിലെ കൊത്തുപണികളൊക്കെ ദർശിക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സെൻറ്റ് പോൾസ് ബസിലിക്കയാണ് ആക്ച്വലി ഇത്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഇറ്റാലിയൻ മാർബിളിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, അതായത് പൗലോസ്ലീഹായുടെയും പത്രോസ്ലീഹായുടെയും രൂപങ്ങൾ കാണാം. അതിനൊക്കെ നല്ല ഒറിജിനാലിറ്റിയാണ്. അതുപോലെ തന്നെ 25 വർഷത്തിലൊരിക്കലാണ് ഈ കോളിഡോർ ഓപ്പൺ ചെയ്തിടുന്നത്. ഇപ്പം ഓഗസ്റ്റിൽ ഇത് ഓപ്പൺ ചെയ്തേക്കുവാണ്. അപ്പം ഇത് ഈ ഹോളിഡോറിൽ കൂടെ കടക്കുമ്പോൾ
നമ്മളുടെ പാപങ്ങളൊക്കെ അത് ക്ഷമിക്കുമെന്നാണ് വിശ്വാസം. അപ്പം അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കയറുന്ന പള്ളികളിൽ നമുക്ക് 3 ആഗ്രഹങ്ങൾ പറയാം. ഓരോ ആഗ്രഹം ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളെയും അതുപോലെ യൂട്യൂബ് ഫ്രണ്ട്സുകളെയും അതിനെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണേ കർത്താവേ എന്നാണ് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പൗലോസ്ലീഹായെ അടക്കം ചെയ്യപ്പെട്ട തൂൺ കാണാം. അതവർ ഗ്ലാസ്സൊക്കെ വെച്ച് നല്ലവണ്ണം പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. അവിടെ എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പള്ളിക്കകത്തുള്ള കർത്താവിൻ്റെ രൂപവും അതുപോലെ തന്നെ കർത്താവിനെ ഇത് കൊത്തി വെച്ചേക്കുന്ന അതൊക്കെ ഭയങ്കര ഭംഗിയോടുകൂടിയാണ് വെച്ചേക്കുന്നത്. അതുപോലെ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ അങ്ങനെ ഇത് കർത്താവ് നടുക്കും, ശിഷ്യന്മാർ 2 സൈഡിലുമായിട്ട് കുത്തി വെച്ചേക്കുന്നു മാർബിളിൽ. അതൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണ്. മൊത്തത്തിൽ ഇവിടെ വന്നത് ഭയങ്കര ഒരു അനുഗ്രഹവും അതുപോലെ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്നും ഓർത്തിരിക്കാൻ നല്ല ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് ഈ യാത്ര, റോമിലെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Si nasconde. Al contrario, ci mostra un uomo libero che si fa avanti e prende la parola, affrontando a viso aperto l'ora in cui si può manifestare la luce dell'amore più grande. Gesù, sapendo tutto quello che doveva accadere, si fece innanzi e disse: